ചെങ്കടലിലെ കപ്പലാക്രമണത്തിൽ കാണാതായ കായംകുളം സ്വദേശി ആർ അനിൽകുമാർ ഹൂതികളുടെ പിടിയിലാണെന്ന് സംശയിക്കുന്നതായി ഭാര്യ ശ്രീജ അനിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കപ്പലിൽ നിന്ന് വെള്ളത്തിൽ ചാടുമ്പോൾ അനിൽകുമാറും ഒപ്പമുണ്ടായിരുന്നതായി രക്ഷപ്പെട്ടെത്തിയ കന്യാകുമാരി സ്വദേശി ഡി അഗസ്റ്റിൻ ഹൂതികളുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്ഷാസംഘത്തിന്റെ കയ്യിലോ അനിലുണ്ടാവുമെന്നും അഗസ്റ്റിൻ പറഞ്ഞു. ജൂലൈ 7-നാണ് ഹൂതികൾ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പൽ ആക്രമിച്ചു മുക്കിയത്. പിന്നാലെ കപ്പലിലെ ആംഡ് ഗാർഡായിരുന്ന അനിൽകുമാറിനെ കാണാതായി. അനിലിനെ കണ്ടെത്താനായില്ല എന്ന വിവരം മാത്രമാണ് കപ്പൽ കമ്പനി ബന്ധുക്കളെ അറിയിച്ചത്. കുറച്ചുപേരും മരണപ്പെട്ടിട്ടുണ്ട്, കുറച്ചുപേര് റെസ്ക്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൊന്നും എൻ്റെ ഹസ്ബൻഡ് ഇല്ല. പിന്നെ ഹൂതികളുടെ കയ്യിൽ കുറച്ച് പേരുണ്ട്, അതിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഹോപ്പാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ അവരുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് മേളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടത്. 10 മിസൈലുകളാണ് ഹൂതികൾ കപ്പലിന് നേരെ അയച്ചത്. കടലിൽ ചാടിയ ശേഷം ഒഴുക്ക് കൂടുതലായിരുന്നതിനാൽ താനും അനിലും 2 ദിശയിലായെന്നാണ് രക്ഷപ്പെട്ട അഗസ്റ്റിൻ പറയുന്നത്. ഇതിനിടയിൽ ഹൂതികളുടെ ഒരു ബോട്ടും സ്ഥലത്തെത്തി. എനിക്ക് തോന്നുന്നു 11 പേരെയും അവർ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടാവാം. ആരെങ്കിലും അതേ ഹൂതി ചെയ്തിട്ടുണ്ടാവാം, ഇല്ല ഏതെങ്കിലും ഫിഷിംഗ് ബോട്ടുകാർ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള കൺട്രിക്കാർ ചെയ്തിട്ടുണ്ടാവാം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആത്മാർത്ഥമായി ശ്രമിച്ചാലേ അനിൽകുമാറിനെ കണ്ടെത്താനാവൂ. മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും കുടുംബം നിവേദനം നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.